ഹലോ, ഹലോ കേക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് പോയോ? റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് പോയോ? അകത്ത് പിള്ളേരുണ്ട് അതുകൊണ്ട്. ആഹാ. സോ ഡു യു ഹാവ് സം ഗെസ്റ്റ്സ്? യെസ് യെസ്, ഐ ഹാവ് സം ഗെസ്റ്റ്സ്. Okay. Anyway, it's raining outside in our area. I ഓക്കെ. don't know whether I will have a power cut in future coming. So ഓക്കെ. if it happens, then we will stop it for today and will compensate the class. പിന്നെ എടുക്കുന്നതായിരിക്കും. ഓക്കെ. 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 അപ്പൊ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തതാണ്. ആഹാ. ആന്റിസിപ്പേറ്ററി പേ. അപ്പൊ നമ്മള് ഇന്നലെ എവിടെയാണ് സെബിനെ നിർത്തിയേ? ഇന്നലെ പുതിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാ നിർത്തിയത്. പുതിയത് ഡൂൺ ഡസന്റ് ഇട്ടൊക്കെ പഠിച്ചായിരുന്നോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ ചോദിച്ചോ. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. പ്രാക്ടീസ് പ്രാക്ടീസ് സെഷൻ ഞാൻ എന്തെങ്കിലും സ്ലൈഡ്സ് കാണിച്ചായിരുന്നോ? എന്നിട്ട് ഫെബിന് ഉത്തരവൊക്കെ പറഞ്ഞായിരുന്നോ? ഫെബിന്റെ എത്രാമത്തെ ഡേ ആണെന്ന് ആദ്യം ഒന്ന് നോക്കട്ടെ. കാരണം എന്താ, ഈ ലെവല് കഴിയുമ്പോ ഫെബിന് ലെവൽ ടു, ലെവൽ വൺ എക്സാം നടത്തിയായിരുന്നോ? അത് കഴിഞ്ഞു അത് കഴിഞ്ഞു. ആ, അപ്പൊ അതുപോലെ ലെവൽ ടു എക്സാം ഉണ്ടാകും. ഇന്ന് ഫെബിന്റെ ആ, എത്രാമത്തെ 38th ഡേ ആണ്. 2 ദിവസം കൂടെ കഴിയുമ്പം ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ. ഇനി എത്ര ദിവസം അല്ല ഇനി എത്ര ക്ലാസ് ഉണ്ട്? ലെവൽ 3 എത്ര ഡേയ്സ് കാണും? ലെവൽ ത്രീയോ? അതെ. ലെവൽ ത്രീയും 20 ആണെന്ന് എനിക്ക് തോന്നുന്നു. 20 അല്ലേ? 60 days ഓൾ ടുഗെദർ. ഓക്കെ. ആ ഞാനപ്പം എനിക്ക് ഇനി 9 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. ആ 9 days. അപ്പൊ അത് കേട്ട് അവിടെ ചെല്ലുമ്പോ പറ്റത്തില്ല, അറ്റൻഡ് ചെയ്യാലോ. അവിടെ ചെന്ന് പറ്റും, പക്ഷെ ടൈമിന് കുറച്ച് മാറ്റം വേണ്ടി വരും. ആ, എത്ര മണിക്ക് കയറേണ്ടി വരുമായിരിക്കും? എനിക്ക് ഇവിടുത്തെ 8:30 വരെയാണ് അവിടുത്തെ ഡ്യൂട്ടി ടൈം. അപ്പൊ 9:30 അല്ലേ? പഴയ ടൈം ആയിരിക്കും മിക്കവാറും. മിസ് ഉം. എത്ര മണി വരെയാണ് ഇതുള്ളത് ക്ലാസ്? എനിക്ക് 10:30 വരെ ഉണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് ആകെപ്പാടെ ബ്രേക്ക് ഉള്ളത് എത്ര മണിക്കാ? 7:30. അത് 7:30 എന്ന് പറയുമ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് 7:30 to 8 വരെ എനിക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോഴും സെബിന് ആ കയറാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല, അല്ലെങ്കിൽ പിന്നെ രാവിലെ വല്ലോ നോക്കാം. രാവിലെ എത്ര മണിക്കാവും? രാവിലെ രാവിലെ രാവിലെയും പാടായിരിക്കും. ഈ ടൈം തന്നെ നല്ലത്. 9:30-ക്ക് മുൻപ്. ആ, 9 to 9:30 അല്ലായിരുന്നോ നേരത്തെ? അല്ല, 9:30 to 10 അല്ലായിരുന്നു. അതെ, 9:30 to 10. 9:30 to 10. ആ ആ ടൈമിൽ ഫ്രീ ഉണ്ടോ? ആ ടൈമില് വേറൊരാള് കേറി. എല്ലാരും ഈ വർക്കിംഗ് ആയതുകൊണ്ട് ആ ഇത് ചൂസ് ആ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും സുരഭി മാമായിട്ട് സംസാരിച്ചിട്ട് ഇനി 9 ദിവസം കൂടെ ഉണ്ടല്ലോ. അതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. രാവിലെ അല്ലെങ്കിൽ വല്ല 6:30-കൊക്കെ എണീക്കേണ്ടി വരുമായിരിക്കും അല്ലേ? ഈശ്വര. So, എന്തായാലും സെക്കൻഡ് ലെവലോടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 20 ദിവസം കൂടെ കാണത്തുള്ളൂ. ആ, ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. സ്പീക്കിങ്ങിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം അല്ലേ? അതോ ഈ ക്വസ്റ്റ്യൻസ് ആ നാളെ മുതൽ ചെയ്താൽ മതിയോ, അതോ ഇപ്പൊ ചെയ്യണോ? ഫെബിന്റെ ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻസ് നാളെ ചോയ്സ്. ചെയ്യാം. ഏ ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം. പഠിച്ചോണ്ട് വരുവോ? ഡൂവും ഡസന്റ് ഇട്ടും ഹാവും ആ ഹാസും ഹാഡും എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. കൊടുക്കാം. ഡിഡ് യു ഡു, ഡസൻ. നാളെ 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 കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമോ രാവിലെ? എത്ര മണിക്കാ? മിസ്സിന് എപ്പോഴാ ഫ്രീ ആയിരിക്കണം രാവിലെ? രാവിലെയൊക്കെ ഞാൻ ഫ്രീ ആണ്. വേണമെങ്കിൽ നമുക്കൊരു 9:30. എത്രയാ? 9 to 8:30. 9. 8:30ക്ക് എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ. വേണമെങ്കിൽ 8 മണി to 8:30 ആക്കാം. 8 മണി to 8:30 ഒക്കെയാണ്. ആ ഓ, ശരി ശരി. ആ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയല് ചോദിക്കാം. നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടോ? ഡു യു ഹാവ് എ ഫോൺ? ഉം. അവർക്ക് ധാരാളം അനുഭവങ്ങളുണ്ടോ?
Uh, did they have experience? അവർക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടോ? നമ്മൾ ഈ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലായിടത്തും ഡു 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 തന്നെയാണ് വരുന്നത്. ഓക്കെ. Okay. അപ്പൊ Do എങ്ങനെ they വരും? have any experience? Do they ആ have? ഡു ദേ ഹാവ് They ലോട്ട് have ഓഫ് a എക്സ്പീരിയൻസ്. lot of experience. നമുക്കൊരു തീരുമാനം എടുക്കാനില്ലേ? We നമുക്ക് ഒരു തീരുമാനം എടുക്കാനില്ലേ? നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ഉണ്ടാകത്തില്ലേ? തീരുമാനം എടുക്കാനായിട്ട് do we need take decision? ഡു ഇല്ലേന്ന് ചോദിക്കുമ്പോ എന്തായിരിക്കും വരേണ്ടത്? നിങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട സിനിമ ഇല്ലേ? നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് മൂവി അങ്ങനെ ഒന്നും Uh, ഇല്ലേ? അതെങ്ങനെ ചോദിക്കും? did you ആണോ? നമ്മള് ഉണ്ടോ ഇല്ലേന്ന് ചോദിക്കുമ്പോ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. Okay. അപ്പൊ എങ്ങനെ വരും? നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ഫിലിം ഇല്ലേ? ഒരു ഫേവറേറ്റ് ഫിലിം ഒന്നും ഇല്ലേ ഫിലിമിന്? Don't you have a favorite film? ഡോണ്ട് യു ഹാവ് ഇത് ഞാൻ ഹെൽപ്പ് ചെയ്തതാണ്. നാളെ ഉം, സെറ്റ് ആണ്. ഉം. അടുത്തത് അവർക്ക് പുതിയ ഉൽപ്പന്നമുണ്ടോ? അവർക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടോ? അവർക്ക് ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടോ? Didn't they have new product? അതെന്താ ഈ ഡിഡിന്റ് എന്താ എപ്പോഴും പറയുന്നത്? അതല്ലേ അപ്പൊ ഡെസിന്റെ ആയിരിക്കും. അവർക്ക് പുതിയ ഉൽപ്പന്നമുണ്ടോ? ആ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഉണ്ടോ 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 എന്താ അപ്പൊ? Do they? ഡു ദേ ഹാവ് ന്യൂ പ്രോഡക്ട്സ്? ഇപ്പൊ ഫെബിൻ ചോദിക്കുകയാണ്. ഫെബിൻ ഒരു കമ്പനിയുടെ ഐറ്റം നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ കമ്പനിക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് അവർക്ക് പുതിയ ഏതെങ്കിലും വേറെ പ്രോഡക്ട്സുകൾ ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതല്ലേ? അതെ അതെ. അപ്പൊ ഉണ്ടായിരുന്നോ എന്നല്ല ചോദിക്കുന്നത്, ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു ദേ ഹാവ് ന്യൂ പ്രോഡക്ട്സ്? They have അവർക്ക് പുതിയ പ്രോഡക്ട്സ് ഇല്ലേന്ന് എങ്ങനെ ചോദിക്കും? അവർക്കൊരു പുതിയ പ്രോഡക്റ്റ് ഇല്ലേ? didn't they have new products? ഡിഡിന്റ് ഇപ്പൊ നോക്കുകയേ വേണ്ട. ഡോണ്ട് ദേ Okay. ഹാവ്. ഡോണ്ട് ദേ Don't they have? Don't they have? ഡോണ്ട് ദേ have ഹാവ് new ന്യൂ products? പ്രോഡക്റ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്താ പിന്നെ ഇല്ല തെറ്റിക്കുന്നത്? ചില സമയത്ത് കൺഫ്യൂഷൻ ആകുന്നതാ. ശരി ശരി. അടുത്തത് അവൾക്ക് മാർക്കറ്റിംഗിൽ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടോ? ഫെബിന്റെ ടോപ്പിക് എന്തായിരുന്നു? ഫെബിന്റെ സബ്ജക്ട് എന്തായിരുന്നു? ഏതാണ് ഫെബിന്റെ ഫീൽഡ്? ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പോലെ ഫെബിന്റെ ഫീൽഡ് ഏതാ? എന്റെ ഡ്രില്ലിംഗ് എന്നാ കമ്പനിയാ. ഡ്രില്ലിംഗ് ആ ഒരു സ്കില്ലില് അവൾക്കിന് പകരം അവന് കുറെ എക്സ്പീരിയൻസ് ഉണ്ടോ എങ്ങനെ ചോദിക്കും? ഇത് നിക്ക് he have സൂക്ഷിച്ച് പറയണം. അവനാണ് മാർക്കറ്റിംഗില് ധാരാളം പരിചയം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, ഉണ്ടായിരുന്നോ എന്നല്ല. അവനും കൂടിയാണ്. അപ്പൊ എന്ത് വരും എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പറ. അവന്റെ ഇംഗ്ലീഷ് എന്താ? do അവന്റെ ഇംഗ്ലീഷ് അവൻ. he അപ്പൊ ഹീ ഷീ ഇറ്റ് സിംഗുലർ ഒക്കെ വരുമ്പം ഡു ആണോ? അവൻ he അല്ലേ? അവൻ ഹീ ആണ്. അപ്പോ ഹീ ഷീ ഇറ്റ് സിംഗുലർ. അപ്പൊ എങ്ങനെ വരും ക്വസ്റ്റ്യൻ? does he have any marketing? ഡസ് ഹി ഹാവ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ്? മനസ്സിലായോ? മനസ്സിലായി. അപ്പോഴേ ഇത് നല്ലപോലെ പഠിച്ചിട്ട് വരണം. ഫെബിന് എന്താ ഡസ് ഹാവും ഡു ഹാവും
പിന്നെ അതിന്റെ നെഗറ്റീവ്, പിന്നെ ഉം, എന്തായിരുന്നു, ഡിഡൻറ്റ് ഹാവ്, ഡസ് ഹാവ്, ഡു ഹാവ്, ഡസ് ഹാവ്, ഡിഡൻറ്റ് ഹാവ്. അതുപോലെ ഉം, ഡു, ഡസ് ഡു, ഡിഡ് ഡു. ഇത് നാളെ ഒന്ന് ഉം. നോക്കിയിട്ട് വരുമോ? ആ, നാളെ വരാൻ പറ്റും. പറ്റിക്കരുത്. ഇല്ല ഇല്ല ഇല്ല, നാളെ നോക്കിട്ട് വരാം. നാളെ ആ, 8 മണിക്കല്ലേ? നാളെ 8 മണി. ഉം. ഓക്കെ ഓക്കെ. ആ, അപ്പൊ ഇനി നമുക്ക് എന്നാ ഇന്ന് തൽക്കാലത്തേക്ക് ഞാൻ നിർത്താം, അല്ലെങ്കിൽ ഫെബിനെ ഞാൻ തന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്ത് തരേണ്ടി വരും. സോ ടെൽ മീ യെസ്. അബൌട്ട് ഗൾഫ് കൾച്ചർ ആൻഡ് കേരള കൾച്ചർ തമ്മിലുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. These two cultures have so many difference. ആ. We have our own some cultures. They have their own some cultures. They have their own cultures, we have our own cultures. ആ, good. Yes. ഞാൻ ആലോചിക്കട്ടെ എന്തൊക്കെയാണെന്ന് മെയിനായിട്ട്. ആ, ശരി ശരി. only 1 minute. ഓക്കെ. പറഞ്ഞു. ആ, പെട്ടെന്ന് കിട്ടുന്നില്ല. ഇല്ല കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. ആ, what are For our culture or what is Kerala culture? Kerala culture, we have too many culture. ആ, For എന്തൊക്കെ പെട്ടെന്ന് കിട്ടുന്നില്ല. എങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്. ഇന്നലെ എന്താ സംഭവിച്ചത്? വാട്ട് ഓൾ തിങ്സ് യു ഡിഡ് എവിടെ? യെസ്റ്റർഡേ? ഇന്നലെ yesterday. ആ, Yeah, അതിനെ കുറിച്ച് പറ. yesterday, some relatives came to my home. Some relatives came to my home. Yes, because we have a small function here. My cousin sister engaged, ഉറപ്പിക്കൽ എന്ന് പറയുന്നത്. എൻഗേജ്മെന്റ് തന്നെയല്ലേ? എൻഗേജ്മെന്റ് ആണോ? എൻഗേജ്മെന്റ് അല്ല, നമ്മൾ ഈ ഫാമിലി തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഇല്ലേ? മാരേജ് ഫിക്സിംഗ് സെറമണി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. മാരേജ് ഫിക്സിംഗ് സെറമണി. So ആഹാ. some relatives from my side and some relatives from their side have some Currently, where like are you? meetings. Currently, where are you? In your Kollam, home? Kollam. Yes. Why they came to your house? That's why I just asked that question. Because they are planning to Uh, come here. I don't know why. ah, Because okay. for I think for this traveling, Ah, because they're in their home is some another area. hmm. Can't go this car, so they're So planning here. when was her engagement? So this ceremony, is it over? Yes, over there we are next after 2 months planning to marriage, fixed Planning marriage. for the wedding preparations. Yes. Plan. Okay, Yes. then So will you be there to attend that marriage wedding function? yes, after 2 months I told to my relatives I need to
come for her marriage. So please Hmm. arrange these dates. So Uh-huh. they agree Uh-huh. my Uh, suggestions. that's a good thing. So Then you got a yes, good relative. Hmm. yeah, yeah. Hmm. Then they arrange everything and leave. Hmm. After noon, our cousins, all cousins. Yes, after yesterday class, we go to Kollam beach and Hmm. What's that beach name? Name of your Kollam beach? Kollam beach. Kollam beach. Yes. Azhikal something? No. What? Azhikal എന്നുള്ള beach. Arikal. Ah. Yeah. But Arikal beach is have not near. Hmm. I Kollam think beach it is is in near to us. Kayangulam. Kayangulam Yes, side. Kangkok. Hmm. Kollam beach only 2-3 kilometers from here. Hmm. 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 After after we explore beach and Hmm. come back, eat, sleep. ഇതെല്ലാം ഒന്ന് സെന്റൻസിൽ പറയണേ, വേർഡ്സ് മാത്രമല്ല. Yeah, After coming back from the beach, back. we ate. എല്ലാം പാസ്റ്റിൽ പറയണം. Okay, after coming back from beach, Ah. uh, we play some games here. Hmm. Then we eat dinner together Hmm. and we watch a movie, Indian 2. Which movie? Indian 2, Indian 2. Okay. And It is yesterday you had a great time with your cousins, isn't it? yes, sure. Mm, 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 mm. And uh, in that beach, did you eat anything? Because in Yes. Alappuzha, we have this molagu bhaji, motta bhaji, very popular Uh, dish here. yeah, my uncle കൊണ്ടുപോയി എന്താ പറയാ എങ്ങനെ പറയുന്നത്, എങ്ങനെ കൊണ്ടുപോയി? ഞങ്ങളെല്ലാം കൊണ്ടുപോയി ഒരു My ഒരു uncle, കടയില്. my uncle took us. ഞങ്ങളെ കൊണ്ടുപോയി. ആ Okay, my uncle took us to ആ one shop, like shop. ആ This and we eat one loaded fries. That one is good. loaded potato fry or La- any other. yes, yes. French fries and they put some special masala ആ top of the French fries and something special masalas. ഉം, ഉം, ഉം. Okay, that one Then is very good. After after we come back how many cousins to are home. there right now in your in your home? Now two cousins. Mm. Others are go to their Mm. home. What are they doing? All cousins. Some The small cousins that are studying. right now Almost there. all cousins are studying and Mm, 2-3 cousins have job, teacher mm, 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 mm. and uh, engineer. Uh-huh. Mm. Then Okay. after this class, what are your plans? After the class, attending After this this class? class, Mm. I need to purchase some items to Mm. take to Saudi. So Uh-huh. What from all things? my one this laptop stand for my my co നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് കോവർക്കർ അല്ലേ, Ah, for my co-worker. അതെ അതെ അതെ. for my coworker Ah. and one headphone, Mm, mm, like mm. some items. Mm. Not for And me. uh, not for not for you. Me. No, for Yes. ah. Mm, mm, mm. So I need And to research some items. also I think your mother will give you some pickles and all for taking it to the Yes. Yeah, my I
we are planning to go Wadi to buy some fishes to make fish pickle. Fish pickle, beef pickle, Uh, or some chutney beef powder pickle. and all, isn't it? Chammandi pudi. I don't like chutney powder. Uh-huh. Only fish pickle. That Ah, one is me. how long that fish pickle last? എത്ര നാള്? Last How long it അവിടെ will പോയല്ലോ. last? അവിടെ പോയി കഴിഞ്ഞിട്ട് എത്ര നാൾ ഇത്? 2 അവിടെ പോയി മാസത്തേക്ക് കഴിഞ്ഞാ no, will maximum 1 week. will you share your pickle with your Yes. friends? Yes. Uh-huh. That's why within 1 week it Mm, will finish. it will be finished. And which is your favorite curry that your mom prepares? Do you have any favorite items? Chicken is near roast and chicken curry. Okay. So I think she will be preparing it in the upcoming days, isn't it? Before you Yes. go. Yes. Mm-mm. Then, is it raining there? No. How is Yeah, evening time mm, have rain. Now mm, no problem, no issues here. uh, There uh, have rain. it's raining right now. It has been raining Okay. since 6. Yeah. 6 മണി മുതൽ മഴ From 6. പെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay. It has been raining. Yes. It Okay. continuing right now. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എന്തെങ്കിലും അത് Okay. next level you will learn. Next level we will study tenses. How to express things in present, in past, and in future. അവിടെ മഴ Okay. പെയ്താൽ വെള്ളപ്പൊക്കം വരുമോ? No. ആലപ്പുഴയിലല്ലേ? Yes, but we are in the safe zone. Like not in Okay. not in Kuttanad area. Only Kuttanad area will get drowned. Okay. Prashna. Okay. Then what comes to your mind when you hear this word Alappuzha, place Alappuzha? ആലപ്പുഴ beaches and Ah, kayak, boat, houseboat, fishes. yes, Karimeen, isn't it? Anyway, Pearl yes. spot fish. Pearl spot fish. Yeah. Before 2 year ago also we are stay in houseboat for 1 day. We stayed in houseboat for 1 day. How was the trip? Yeah. Good. That one is very best experience for us. It was a best experience. And when I hear this word Kollam, I've been to Kollam one time, and there is a famous place for this Mada Amruthandamai's ashram is in Kollam, isn't it? Yes. Yes. What is Shivagiri? Like Shivagiri. Shivagiri. I just forgot the place. It was 2-3 years back. Near Varkala something. Varkala. No, in Kollam, beach area. അത്രയും ഇല്ല. Near to Beach. Not very near, but Mada Amruthandamai's ashram is there, located in Kollam. Okay. Neendakare. Oh. Not Neendakare. Similar to that, I just forgot. It slipped my mind. Okay. Then other thing, I've heard that this Kollam people are, especially men, dowry system is very much strict in Kollam. People, girls give too much dowry to this Kollam Trivandrum Kollam boys. Yes. What's your opinion on that? Is it a true thing? Because once I got a chance to attend a marriage function in Kollam, and there the lady, that means the bride, wore too many ornaments. I don't know whether it is rolled gold or not. Yeah, but dowry, they give much dowry. Okay.
I think since you are a Christian, you won't understand. It was a Hindu wedding. Christians in ഇടയിൽ I don't Yeah, know. Uh, uh, in Christian wedding, I understand. Yes, I understand. you understood the thing, But isn't it? yes, yes. And also the Yeah, famous, everywhere there is a famous quote in famous. Malayalam. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. Yes, that is true. That is true, isn't it? Yes, Ah, we have but everything here. For for beaches, we have beaches. For ah, hill station, we have hill station. hmm, So from here, we can explore everything in Kollam. hmm, hmm, hmm. Okay, so you are staying in such a wonderful place, isn't it? And also, Yeah, uh, how many times you have been to Alappuzha? Alappuzha, 2-3 times I come there. Hmm. Alappuzha. Ernakulam? Most, yes, Ernakulam, not maybe last time for visa renewal I come Ah, Ernakulam. hmm, hmm, hmm. Yeah, Okay. last when I'm child, I forgot. So many times I come there. When I was a child, I came to Ernakulam many times. അല്ലേ? Hmm. അതെ അതെ. So our class will end in 1 minute. Do you have anything to ask? ഇന്ന് എന്തെങ്കിലും വേർഡ്സോ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഫെബിൻ ഇൻ ദാറ്റ് ഗ്രൂപ്പ് വൈ യു ആർ നോട്ട് ആക്റ്റീവ് ഞാൻ ബിസി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബിസി. ആ അവിടെ ആ ആയപ്പോ അവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു തോന്നുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഞാൻ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ. നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ. നാളെ 8 മണിക്കല്ലേ? രാവിലെ 8 മണിക്ക്. ഞാനും എന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ ഞാനും മറന്നു ആ പോകും. ഓക്കെ ഓക്കെ സോ താങ്ക് ഓക്കെ. യു. താങ്ക് യു മിസ്.